ഇല്ല ഞാൻ എന്റെ ക്യാമറ ഉണ്ട് എവിടെയെങ്കിലും വെച്ചോ ഞാൻ അവൻ പോയി പുറത്തോട്ട്. ഇല്ല പോയിട്ടില്ല ഇങ്ങനെയാണ് നമ്മൾ ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യണത്. ഇവിടെ വന്ന് വെച്ച് നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുവാണ് സുഹൃത്തുക്കളെ. ഏത് സമയത്താണ് ഗൈസ് എനിക്ക് ആ സ്വിമ്മിംഗ് പൂള് പണിയാൻ തോന്നിയതാണ് ഞാനിപ്പോ ആലോചിക്കണത്. ഇത് പണി തീർന്നിട്ട് 1 മാസമായതാ. PWക്കാർ ആ വേസ്റ്റ് മാറ്റുവാണെങ്കിൽ ഈ നാട്ടുകാരെ ടൂറിസ്റ്റിൽ 1 മണിക്കൂർ വഴി കിടക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്ട് ഈസ് അപ്പ്? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാനും ഇവളും കൂടെ ഒരു ട്രിപ്പ് അങ്ങ് പോവാണ് ഗൈസ്. ഞാനും നീയായിട്ട് ആദ്യമായിട്ടാണ് പോണം. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. 7 മാസത്തെ റിലേഷൻഷിപ്പിന് ഗൈസ് എന്നെ ആദ്യമായിട്ട് ഒരു സ്ഥലത്തുണ്ട്. എവിടെ പറഞ്ഞു കൊടുക്ക്? ദൂരത്തൊന്നുമല്ല കേട്ടോ, വാഗമൺ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണ് നല്ല മഴ കോടയൊക്കെ ഉള്ള ഒരു സമയം. ഇടിഞ്ഞു വീഴണല്ലേ ദുരന്തേ. ഒന്നാമത് എന്റെ ലൈഫ് മൊത്തത്തിൽ ദുരന്തമാണ് ഇപ്പൊ നടക്കുന്നത്. കൊച്ചിയിലാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചി ടു വാഗമൺ ആണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. ഇപ്പൊ രാവിലെ സത്യം പറഞ്ഞാൽ നേരത്തെ പോകേണ്ടതായിരുന്നു, പക്ഷെ രാവിലെ എണീക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴാണെങ്കിൽ നല്ല മഴയും തണുപ്പും ഒക്കെ. കാരണം രാവിലെ ആരും സുഖം പിടിച്ച് അവിടെ കിടന്നു. ഏത് സ്ഥലത്താണ് പോണെന്ന് ഇവക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞങ്ങൾ പണ്ടൊരു താരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാഗമൺ ആണെന്ന് അറിയാം, പക്ഷെ ആ ഒരു പ്രോപ്പർട്ടി അതാണ് സർപ്രൈസ്. നിന്റെ വണ്ടി ഓടിക്കൽ കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നുണ്ട് ശരിക്കും. ഏത് സമയത്താണ് ഗൈസ് എനിക്ക് ആ സ്വിമ്മിംഗ് പൂള് പണിയാൻ തോന്നിയതാണ് ഞാനിപ്പോ ആലോചിക്കണത്. ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞ. നമുക്ക് ബെൻസ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ? അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു. പിന്നെ എന്റെ വണ്ടീനെ കാണിക്കണ സ്ഥലങ്ങളൊക്കെ. നിന്റെ വണ്ടി ലോങ് ഒന്നും പോയിട്ടില്ലല്ലേ? ഇല്ല, എന്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പ് ആയത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എനിക്കൊരു ബൈക്ക് ഉണ്ട്, അതിന്റെ പേര് ബംബിൾ ബി എന്നാണ്. അപ്പൊ അവള് പറഞ്ഞു ബംബിൾ ബി. ഞാൻ പറഞ്ഞു എടിയുള്ള ഇവിടെ എന്റെ വീഡിയോ ഒന്നും പണ്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബൈക്കിന്റെ പേര് ബംബിൾ ബി എന്നാണ്. ഇവള് പറഞ്ഞു ആണാ ഞാൻ ബ്ലൂ ബി എന്നായിട്ടാ. എന്തുകൊണ്ടാ നീ ബ്ലൂ ബി ഇട്ടത്? ഇതിന്റെ കളർ ബ്ലൂ അല്ലേ? ബി എവിടുന്ന് വന്ന്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നമ്മള് കാണാൻ പറ്റും. റോഡ് മൊത്തം ഇപ്പൊ കോട. ഓ മഴയില്ല ഭാഗത്തിന്, പക്ഷെ കോട അടിപൊളി. ഓ വിഷയം കില്ലർ ഐറ്റം. കോടയൊക്കെ അകത്തോട്ട് കേറ് കേറ് നീ കേറ് കേറ്. ഇവിടെ ഫോഗ് കൂടി തുടങ്ങിയാട്ടാ. ഞങ്ങൾക്കൊന്ന് റോഡെ പോലെ ഒന്നും കാണാൻ പോലും വരും. വല്ല കാണാൻ വേണ്ടി തൊത്തു. അതിന് തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. അടുത്തുള്ള ചേട്ടോ എന്തായാലും കാണാൻ വഴി. ഐസ്ക്രീം ആണോ നിനക്ക്? ഗൈസ് നോക്കി, ഈ സൈഡ് ഫുള്ള് ഫോഗായിട്ട് ഒന്നും കാണാൻ വരാം. അതന്നെ ഫോഗും. ഈ തണുപ്പത്തൊരു ഐസ്ക്രീം വേണം, അടിപൊളിയായിരിക്കും. ഓ ഗൈസ് എവിടെ ഇവിടെ ഒന്നും കാണാൻ വരാ കേട്ടാ. പെടച്ചങ്ങോട്ട് വീടില്ല കേട്ടോ. ഗൈസ് അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നിങ്ങൾ വാഗമൺ ഇപ്പൊ വരണം. നല്ല മഴയും നല്ല ഫോഗും നല്ല തണുപ്പും. മഴയത്ത് ഐസ്ക്രീം. ഗൈസ് മഴ അങ്ങനെ ഐസായിട്ട് കൂടി കേട്ടാ. പൊക്കത്തുനിന്ന് വെള്ളമൊക്കെ ഒഴിക്കാനാണ്ട. ഐസ്ക്രീം കഴിച്ചിട്ടേ നാക്ക് വഴങ്ങുക. തണുപ്പല്ലേ? എന്താ കെട്ടിപ്പിടിക്കണമെന്ന്? എന്താ റോഡ് മൊത്തം ഇങ്ങനെ വെള്ളം. മലയുടെ പക്കത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി റോഡെ വീണിട്ട് ഇങ്ങോട്ട് ഒഴുകി വീണോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ വാഗമൺ എത്തിയിരിക്കുകയാണ്. ഗൈസ് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ഭയങ്കര ബ്ലോക്ക്. കുറെ നേരമായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് പണി തീർന്നിട്ട് 1 മാസമായതാ. PWക്കാർ ആ വേസ്റ്റ് മാറ്റുവാണെങ്കിൽ ഈ നാട്ടുകാരെ ടൂറിസ്റ്റിൽ 1 മണിക്കൂർ വഴി കിടക്കും. ഗൈസ് ഇതാണ് സീൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ബ്ലോക്ക് എന്ന്? സഞ്ജു മാങ്ങ ഉപ്പിലിട്ടത്.
ഒതുക്ക് ഒതുക്ക് ഇവിടെ ഒതുക്ക് ഒതുക്ക് വണ്ടി അവനെ കൊല്ലിഞ്ഞു. ഒതുക്ക് ഒതുക്ക് ഒതുക്ക്. हुस्न तेरा तौबा 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 അയ്യോ 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 മാറി അയ്യോ അയ്യോ എന്നെ ഇപ്പൊ കുത്തി കൊന്നേരം. ഞാൻ കാര്യമുണ്ട് സത്യസത്യമായിട്ട് നിങ്ങൾ കണ്ട കാര്യം അതിനെ കുത്താമെന്ന് മുന്നിൽ പിടിച്ചു നിർത്തി. അങ്ങനല്ലേ നീ ഫ്രണ്ട് നിൽക്കല്ലായിരുന്നു. ഇവൻ ബാക്കിൽ ഒളിച്ച് നിൽക്കണ. ആ വീഡിയോ ക്ലിപ്പ് proof ആണ് ഇത്. അതെ അതെ അതെ. നന്നൂസ് ഫാൻ സ്പോട്ടഡ് ഗൈസ്. എന്റെ പേരെന്താ? അഞ്ജലി. ഓക്കെ. കാണാറുണ്ട് നിങ്ങളുടെ ഇത്. ആണോ? താങ്ക് യു. അപ്പൊ വീണ്ടും കാണുക. താങ്ക് യു സോ മച്ച്. ഞാൻ പോണേ. അപ്പൊ ഗൈസ് ഇവക്ക് വേണ്ടിട്ട് മാംഗോയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു നെല്ലിക്ക മറ്റേ മധുരത്തി തേനിനകത്ത് ഇട്ടതും വാങ്ങിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ പോണ സ്ഥലം കേട്ടാ അവിടെ ഇട്ടാ അവിടെ ഓ, ആ കുന്നിലാണോ മോളെ? അതാണോ നിന്റെ വ്യൂ? ചുമ്മാ എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലം കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയോ ഒന്ന് ഇതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. பார்க்க தோன்றும் பேரை கேட்க தோன்றும் பூப்போ சிரிக்கும் போது காற்றாய் பறந்திட தோன்றும் செல் செல் அவளிடம் செல் என்று கால்கள் சொல்லுதடா சொல் சொல் அவளிடம் சொல் என்று நெஞ்சம் கொல்லுதடா அழகாய் மனதை பறித்து விட்டாளே துளி 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 மழையாய் வந்தாளே சுட 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 மறைந்தே போனாளே തുളി 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 ഞാൻ അവനോട് വീഡിയോ എടുക്കാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ നിന്നിട്ട് ഓടുമ്പോ ഇങ്ങനെ 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 വെച്ചിട്ട് ഓടത്തില്ലേ, അത് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞപ്പോ ഓട്ടത്തിന് ഓടുന്ന പോലെ ഒരാൾ ഓടി ഓടി പോകുന്ന നോക്ക് എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റേ 75 അടുത്ത ലാസ്റ്റ് ദിവസമാണല്ലോ എന്താ ആലപ്പുഴ ഇട്ട് കൊച്ചിയിലോട്ട് ഓടിയില്ല, അതേപോലെ ഉണ്ട്. എടാ എന്തുവാണ് എക്സ്പ്ലോർ ചെയ്തത്? അതെ അതെ, ഇനി എന്റെ തലയിലോട്ടിട്ട് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ച് കയറ്റിയത്? ഓഫ് റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി. എങ്ങനെയോ ഞാൻ കയറ്റി. ഇവിടെ വന്നപ്പോ ഭാഗ്യത്തിന് മഴ കാര്യങ്ങളൊക്കെ മാറി, പക്ഷെ നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഇനി നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. നൈസ് ആയിരിക്കും. ഇപ്പോഴും സഞ്ജു പറഞ്ഞിട്ടില്ല എന്താണ് വ്യൂ. നീ ഓഫ് റോഡ് കയറി വന്നിട്ട് ഇവിടെ ഞാൻ എന്തു കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ മരവും പിന്നെ എന്തുവാ പാറയാ. ഇത് കാണാനാണ് ഇത്ര ഓഫ് റോഡ് പിടിച്ചു വന്നത്. നീ വാ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. Come on, lady. ഇതാണ് വൈബ്. വാ കേറി. Wait, wait, wait. എങ്ങനെയുണ്ട്? നല്ല വ്യൂ ഉണ്ട്. ഓ പൊളിയല്ലേ? പുറത്തൊന്നും നോക്കിയപ്പോ എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കേട്ടാ കൈസ്, നമ്മൾ ഈ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇത് ഗ്ലാസ് അല്ല മെറ്റീരിയൽ, ഇത് വേറൊരു സൈസ് മെറ്റീരിയൽ ആട്ടാ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഞാനിത് കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ. പുറത്തുനിന്ന് കയറി വന്നപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, പക്ഷെ അങ്ങനത്തെ വ്യൂ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. താങ്ക് യു. വെൽക്കം. ഇതിന്റെ പുറകില് വലിയൊരു മലയാണ്. ഇപ്പൊ അവിടെ ഫോഗ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റാത്ത കാടിന്റെ അകത്തായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. മഴയും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അകത്ത് കേട്ട ക്യാമറക്കകത്ത് വെള്ളം കയറിയില്ലെങ്കിൽ റീലെടുക്കാം. ഇനി ഞങ്ങൾ റീലെടുക്കണേ. സ്വത്തു എങ്ങനെയുണ്ട് സ്ഥലം?
ആ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ എന്ത് കുർത്തച്ചോറിയായിട്ടാണ് വരുന്നത്. അല്ല ശരിക്കും ഇഷ്ടപ്പെട്ടോ? ആ നല്ല ഇഷ്ടപ്പെട്ടു. രാത്രി കണ്ട ഫോഗ് അടിച്ച് കണ്ട അങ്ങറ്റാട്ടോ. ആ ഇത് കണ്ടടി ഒരു UFO നിക്കണ പോലില്ലേ, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്, സ്പേസ് ഷിപ്പ് പോലില്ലേ? ഏലിയനാണ് നീ. ഭയങ്കര തണുപ്പാണ്, പുറത്തിറങ്ങണമെന്നുണ്ട്. ഭയങ്കര തണുപ്പ്. ചിക്കൻ, നിനക്കുള്ള ചിക്കൻ കറി ആട്ടോ. എനിക്കുള്ള ബീഫ്. ബീഫി ബീഫി ബീഫി. ഇത് എപ്പോഴാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്? നീ പണ്ടോട്ട് എപ്പോഴും ട്രിപ്പ് പോകണം എന്നോട് പറയുമായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയങ്ങൾ കാരണം പറ്റണില്ല. പിന്നെ ആര് പറഞ്ഞേ നീ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കണ്, അവിടെ പോണ് ഇവിടെ പോണ്, ചുമ്മാ വെറുതെ നടക്കണ്, എന്നിട്ട് എന്റെ കൂടെ അവിടെ കൊച്ചി വരണ്, കോട്ടയം വരണ്. കഴിഞ്ഞ മാസം സത്യമായിട്ട് നീ ഒരു ട്രിപ്പ് വരണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വിഷയമായിട്ട്, പിന്നെ അതിന്റെ പുറകെ IDTR ക്ലാസ്സിന് പോയി, പിന്നെ കമ്മ്യൂണിറ്റി സർവീസിന് പോയി, പിന്നെ വക്കീലിനെ കാണാൻ നടക്കണ്, MBD ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലായിരുന്നു എനിക്ക്. അപ്പൊ അത് കാരണം എനിക്ക് മൊത്തത്തിൽ നീയാണെങ്കിലും ഓക്കെ അല്ലായിരുന്നു, ഞാനാണെങ്കിലും നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടണല്ലായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം പിന്നെ ഞാൻ 2 കളിച്ചു. അത് ശരിയായിട്ട് ആ ക്ലാസ്സിനൊക്കെ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ നിനക്കൊരു നല്ല മാറ്റമുണ്ട്. ഇത് ഭയങ്കര ചാടായിരുന്നു, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ആ മറ്റേ നരൂട്ടോടെ കണക്കായിരുന്നു നീ. നരൂട്ടോ പൊളിയൊക്കെയാണ്, പക്ഷെ അവന്റെ ഒരു വേറൊരു വേർഷൻ ഉണ്ട്. എന്ത് പറഞ്ഞാലും താഴത്തില്ല. പുഷ്പ നീ അടിപൊളി ബോയ് ഫ്രണ്ട് ആട്ടാ. വെള്ളം വരുന്നത് ഭയങ്കര പുതിയ. ഇവ വണ്ണം വെച്ചില്ലേ ഗൈസ്, നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. ഇവ വണ്ണം കുറയ്ക്കണമെങ്കിൽ അത് പറയണേ, അതോ ഇതാണോ നല്ലതെന്നത് പറയണേ. കുറയ്ക്കുവാ? ആ ഈ വീഡിയോ കട്ട് ചെയ്താൽ ഞാനിത് എടുത്തിടും. ആ ശരി ഓക്കെ, എന്നാ കഴിച്ചേപ്പോ. അപ്പൊ ഗൈസ് നമ്മള് നേരെ തിരിച്ച് റൂമിലോട്ട് പോവാട്ടാ. ഫുള്ള് ഡോവും കാര്യങ്ങളും കണ്ട, അവിടെ ഇവിടെ എല്ലാ സ്ഥലമായിട്ട്. പിടിയടി. A few minutes later. അവിടെ ഒരു കറുത്ത പ്രാണി അവിടെ നിൽക്കണം പറഞ്ഞു. ഇവിടെ കിടക്കത്തില്ല, പേടിയാണ് എന്നൊക്കെ പറയുന്നത്. എടി അതൊന്നും ചെയ്യത്തില്ലടി. എന്താടി നിക്ക് അന്നാ ഇത് പിടിക്ക്, ഞാൻ തട്ടി മാറ്റാം. ഇൻസെക്ടിന് ഇത്രയും പേടിയുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാട്ടിലൊക്കെ വന്നിട്ട് ഞാൻ വൈ പഠിക്കാൻ വേണ്ടി വന്നേക്കുന്ന കാട്ടില് പ്ലാനിന്റെ അടുത്ത് കളഞ്ഞു. എടാ ഇത് ഞാൻ പിടിക്കത്തില്ല കേട്ടാ. എടാ സഞ്ജു മോനെ കുത്തി കൊല്ലണ. എന്തോ സീനെന്തുവാ അത് പോയി എടി അവിടെ എടി അതൊരു തുമ്പിയാണ്. ഞാൻ ബാത്റൂമിൽ കയറി നിൽക്കാം. ഇന്ന് പിടിച്ചു പിടിക്ക് അനങ്ങാതി. ഞാൻ ബാത്റൂമിൽ പോവാം. എടി ബാത്റൂമിന്റെ അങ്ങോട്ടാ ജീവി പോയ. നിക്ക് അവിടെ നിൽക്കണ്ട, ഞാൻ ബാത്റൂമിൽ കയറാവേ. അവൻ പോയി പുറത്തോട്ട്. ഇല്ല പോയിട്ടില്ല ഇവിടെ എവിടെയോ ഉണ്ട്, പോയിട്ടില്ല. പോയടി അത്. അത് പോയി. നിക്ക് സീനൊന്നും ഇല്ല. നിക്ക് ആ ചേറിന്റെ അത്തിലുണ്ട്, ആ ചേറിന്റെ അത്ത ചെരുപ്പ് എടുത്ത് കൊല്ലതിനെ. എടിയ പ്രാണി അങ്ങനെയൊന്നും കൊല്ലല്ലോ. എന്ത് ബാത്റൂമിൽ പോയി. ഇനി ഞാൻ പിടിച്ചോളാം. എടി അങ്ങോട്ട് മാറി, നിന്റെ മേത്തൊന്നും എടുത്തില്ല. എന്തോ ഇത് എടി നീ ഇത്ര പേടിക്കണെന്തിനാ? ഗൈസ് ദേ ഈ ജീവിനെ കണ്ടിട്ടാണ് അവൾ ഇത്രയും കാട്ട എവിടെ കിടന്ന് കാണിക്കുന്നത്. അതിനെ സ്വതന്ത്രമായിട്ട് വറുത്ത് വിട്ടിട്ടുണ്ട്. എന്താ ഇത്ര പേടി നിനക്ക്? നിന്റെ ട്രോമ എന്തോ എന്ന് പറഞ്ഞേ പറ. അതിനിപ്പോ എന്താ ഇങ്ങനെ ശരിക്കും ആൾക്കാർക്കൊക്കെ ഉണ്ടാന്ന് അറിയാൻ വേണ്ടിട്ടാ. ഉണ്ടാവും, പല ഗേൾസും പറയട്ടെ പാറ്റിന് പേടിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കൊന്നും ഒരു പേടിയില്ല. അതൊക്കെ പേടിയും, ചിലർക്ക് പേടിയുണ്ട്, ചിലർക്ക് പേടിയില്ല. എനിക്ക് പാമ്പിനെ പേടിയില്ലേ? അതേപോലെയാണ് എടി ഇത് കുഞ്ഞു ജീവിയല്ലേടി. എടാ പാറ്റയൊക്കെ ഭയങ്കര സീനാണ്, അതിന് ബോധമില്ല എങ്ങോട്ടാ അത് പറക്കണേന്നൊക്കെ. അതൊക്കെ നമ്മുടെ മുഖത്ത് ദേഹത്ത് വന്നിരിക്കും. പണ്ട് കൊച്ചിലെ എങ്ങാണ്ട് ഒരു പാറ്റ ഉണ്ടായിരുന്നു. ഇവളെ അതിനെ തല്ലിക്കൊല്ലാൻ എങ്ങാണ്ട് നോക്കി. ആ പാറ്റ തിരിച്ച് ഇവളുടെ മേത്ത് വന്ന് മൂക്കെട്ടിടിച്ചെന്നാ ഇവളുടെ പുറകെ ഓടിച്ചെന്നും പറഞ്ഞിട്ട് അന്നങ്ങാണ്ട് കൊച്ചിലെ എങ്ങാണ്ട് വന്ന ട്രോമയാ. ഇപ്പോഴും ഒക്കെ ഭയങ്കര പേടിയാ. ഇത് പക്ഷെ പാറ്റൊന്നും അല്ലായിരുന്നു, ഇത് ചിത്രശാലമോ. അത് വലുതാ, അത് നമ്മുടെ ദേഹത്ത് കയറിയിരിക്കും. ചിലപ്പോ നമ്മളതിനെ കൊന്നാലോ. ഇവിടെ കിടന്ന് കാർക്കൂ അല്ല എടി ഇവിടെ കിടന്ന് മര്യാദ കിടന്ന് ഇറങ്ങാൻ കാർക്കൂല കണ്ടിട്ട് ഇത്ര സീനാക്കിയത്. ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ്. രാവിലെ
The next day. हुस्न तेरा तौबा 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 ഗുഡ് മോർണിംഗ് ഗൈസ്. എടി ഗുഡ് മോർണിംഗ് പറയടി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ പുറകിലൊരു മലയുണ്ടെന്ന്, അത് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ കോടയൊക്കെ ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇതുകൊണ്ട് എന്താ അവിടെ ഒരു മല ഉണ്ടോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഈ മൗണ്ടനിൽ തന്നെ ട്രെക്കിംഗ് അവര് അലോ ചെയ്തേക്കുന്നത്. നമുക്ക് രാവിലെയും പോവാം, ഇന്നലെ വൈകുന്നേരവും പോവായിരുന്നു. അപ്പൊ ഞാൻ ഇവളോട് ഇപ്പൊ ചോദിച്ചേടി ഈ മലയില നമ്മൾ കയറാൻ പോണെന്ന് പറഞ്ഞു. ഒരാള് പറയണോ ഓ ഇത്രയും പൊക്കമുള്ള പോലെയാണോ, അതവിടെ ഇരുന്ന് കേട്ടോ, നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോവാണ്. ഏകദേശം ഇപ്പൊ 12:30 കഴിഞ്ഞിരിക്കുവാണ്. കുറെ ആൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വന്നത്. അപ്പൊ സത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഇനി നമ്മൾ പോകുന്നു. എങ്ങോട്ട്? നമ്മൾ കൊച്ചി പോണു. ഇവിടെ ഒന്ന് കറങ്ങണ്ടേ നമുക്ക്? നമുക്ക് ഇറങ്ങാം. മറ്റേ പൈൻ ഫോറസ്റ്റാ ഏതാണ്ടൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് പോയാലോ? നല്ലതായിരിക്കും. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സിൽ? നീ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആസ് ഓൾവേസ് നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു സൈസ് ഒരു ടണലുണ്ട്. ആരും ഞാൻ പോയി കണ്ടിട്ടില്ല. ടണലിന്റെ അകത്തോട്ട് നടക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയണത്. അപ്പൊ അങ്ങോട്ട് നമ്മൾ പോവാട്ടോ. ഇവിടെ ആണെങ്കിൽ ഫുൾ ഓഫ് റോഡ് വഴിയാണ് ഗൈസ്. ഇവിടെ ആണെങ്കിൽ വണ്ടി ഓടിച്ച് ചത്ത്. ടണലിൽ എത്തിയെന്ന് കാണിക്കണം. ടണലൊന്നും പരിസരത്തൊന്നും കാണുന്നില്ല. വഴിയൊക്കെ ഉണ്ടീ എടുക്ക് നീ. എന്താ പറയണേ, നോക്കങ്ങോട്ട് വഴി. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓഫ് റോഡ് എക്സ്പ്ലോറിങ് ചെയ്യണത് ഗൈസ്. ഇതാണ് റോഡിന്റെ അവസ്ഥ. ഇവിടെ വന്ന് വെച്ച് നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുവാണ് സുഹൃത്തുക്കളെ. താഴത്ത് എന്തോ വെള്ളം ഒഴുകണ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വണ്ടി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയില്ല അല്ലേ? അവിടെ തിരിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇറങ്ങൂടി. നടക്കാൻ പറ്റിയ സാധനം അത് അടിക്കും. ഇത് മറ്റേ ജീപ്പിൽ പോകുന്ന വഴിയാ. അതാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞത്. പറ്റും, നമുക്ക് നോക്കാം. ഗൈസ് മിക്കവാറും നമ്മുടെ വണ്ടി ഇവിടം വരെ പോകത്തുള്ളൂ കേട്ടോ. കാരണം ദേ ഇവിടെ അങ്ങോട്ട് നോക്കി വൺ സീൻ ഏരിയ. ഇവിടെയൊക്കെ വണ്ടിയുടെ അടി ഒരേ. അവിടുത്തെ റോഡ് വൻ സീനായിരുന്നു. സ്വത്തിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വണ്ടിക്കും കേടുപാടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് കയറില്ല. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത്. പിന്നെ ഒടുക്കുന്ന മഴയും. അതുകൊണ്ട് നമ്മളിപ്പോ ഈ ഒരു കുന്നിന്റെ മുകളിലോട്ട് കയറാൻ പോവാണേ. ഓ ഫുൾ ഫോഗും കാര്യങ്ങളാട്ടാ. എങ്ങനെയായിട്ട് നിർത്തും? നമുക്ക് റൈസ് വെച്ചാലോ ഇടം വരെ, പൊക്കത്ത് വരെ. ഞങ്ങളുടെ വണ്ടി അവിടെ കിടക്കണ്ട. കൂടെ അങ്ങോട്ട് തന്നെ ഉണ്ടോടി? ഇല്ല ഗൈസ്, കുറെ കൂടെ കോടങ്ങനെ പോകണ്ടേ, കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പൊക്കത്ത് കയറി. ഇപ്പൊ പക്ഷെ മഴ പെയ്യാൻ തുടങ്ങി. നമ്മളിത് തിരിച്ച് ഇവിടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഞങ്ങള് നേരെ പടത്തിന് പോവാല്ലേ. ഏത് പടമാണ്? ഇല്ല, അടിപൊളി പടമാണെന്ന് പറയാനായിട്ട് എനിക്കറിയത്തില്ല. കുറെ ആൾക്കാർ പറയണ്ട ഭയങ്കര വയലൻസ് ആണ്, സൂപ്പർ പടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സമയം കളയുന്നില്ല. ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടില്ല. നേരെ അങ്ങ് പോയേക്കുക. അങ്ങനെ കഴിച്ച് നമ്മൾ പടം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. പടം അടിപൊളിയായിട്ടാ. പക്ഷെ ഇത്തിരി മെന്റലി വീക്ക് ആയിട്ടുള്ളവർ കാണില്ല. കാരണം ഭയങ്കര വയലൻസാ, കത്തിക്കുത്തും അതും ഒക്കെയാണ് പടത്തിൽ. പക്ഷെ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ആക്ഷൻ പടം, ജോൺ വിക്ക് ഒക്കെ കണക്കാണ്. അപ്പൊ അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയി കാണും. അതുപോലെ തന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചാലേ, ഞാനും ഇവളും എല്ലാ മാസവും ഇനി മുതൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ട്രിപ്പ് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ട്രിപ്പ് പോയപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. എല്ലാ മാസവും നമുക്ക് മാസത്തിൽ ഒരിക്കലും നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകും. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ വാഗോണാണ് പോയത്. അതുപോലെ തന്നെ അടുത്ത മാസം ഇനി എങ്ങോട്ടെങ്കിലും പോകും. ഒരു ട്രിപ്പ് സീരീസ് ആയിട്ട് ഇറക്കാമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. വാട്ട് യു ഗൈസ് തിങ്ക്? എന്തായാലും കമന്റ് ബിലോ. നൈസ് അല്ലേ? അപ്പൊ എല്ലാ മാസവും നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളും കാണാൻ പറ്റും, നൈസ് ആയിട്ട് കറങ്ങാനും പറ്റും. അതല്ല നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറുകയും ചെയ്യും. ഇപ്പൊ തന്നെ എന്റെ അവസ്ഥ അറിയല്ലേ, ഞാൻ മൊത്തം റൗണ്ട് അടിച്ചിരിക്കുവായിരുന്നു. വണ്ടിയുടെ ലൈസൻസും പോയി അത് ഇത് കുറെ വർഷങ്ങളൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞ ഈ ഒരു ട്രിപ്പ് പോയപ്പോ സംഭവം ഞാൻ ഇത്തിരി ഈസായി, നൈസായി. അതുപോലെ തന്നെ
വലിയൊരു താങ്ക്സ് എന്റെ സ്വത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ആൻഡ് ലവ് യു സ്വത്തെ. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലും ദാറ്റ് ഈസ് എന്റെ ഒരു ഡൗൺ ഫേസിൽ എന്നെ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ നീ കാണുന്നുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് നീ സൂപ്പറാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ഓക്കെ, ഐ ലവ് യു സോ മച്ച്. സോ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്ലേസിന്റെ പേരെന്ന് പറഞ്ഞാൽ വിൽമൗണ്ടൻ ആണ്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യം ദാറ്റ് ഈസ് അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം. അടിപൊളി പ്ലേസ് ആട്ടോ, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ സൂപ്പർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഗൈസ് ഞാൻ സീരീസ് തുടങ്ങാൻ പോകുന്നു. കപ്പിൾ സീരീസും അല്ല, ദാറ്റ് ഈസ് ട്രാവലിംഗ് സീരീസും അല്ല. ചിലപ്പോ പോയി നമ്മൾ വേറെ രാജ്യത്തൊക്കെ വരെ കറങ്ങാൻ പോയിരിക്കുന്നു. എല്ലാ മാസം എങ്ങോട്ടെങ്കിലും ഒക്കെ പോയേക്കോ. ലൈഫ് അങ്ങ് വേസ്റ്റ് ആക്കരുത്. നമ്മളിങ്ങനെ കറങ്ങി എക്സ്പ്ലോർ ചെയ്ത് പുതിയ സ്ഥലങ്ങളൊക്കെ കാണണം. പണ്ടൊക്കെ കുറെ ആൾ മുമ്പൊക്കെ എപ്പോഴൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ ഈടായിട്ട് സത്യം പറഞ്ഞാൽ ഈടായിട്ടല്ലേ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങ് പോകണില്ലായിരുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോകണം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന പ്ലീസ് ഗൈസ് പ്ലീസ് എന്നും പറയണ പോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാണ്ട് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. എന്നാ മാത്രം നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ.